ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷമ്മൂസ് സ്മാർട്ട് ഡിസൈൻസ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു 5 ഓപ്പൺ ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ ചാനലിൽ ഇതിന് മുൻപ് ഓപ്പൺ ടോപ്പിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ചിങ് മാത്രം ഉൾപ്പെടുത്തുന്നത്. ബിഗിനേഴ്സിനൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ മനസ്സിലാവുന്ന രീതിക്കാണ് കേട്ടോ നമ്മൾ ഓപ്പൺ ടോപ്പിൻ്റെ വീഡിയോ ഇതിന് മുൻപ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇതിൻ്റെ സ്റ്റിച്ചിങ് ആണ്. അപ്പോൾ ഈ ഒരു 5 ടോപ്പിന് വേണ്ടിയിട്ട് ഇതുപോലെ എംബ്രോയിഡറി വർക്ക് വരുന്ന 5 നെക്ക് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ 5ഉം നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കണം കേട്ടോ. സ്ലീവ്സിൻ്റെ എൻഡിൽ വെക്കാനുള്ള ബോർഡാണ് കേട്ടോ. 1 ഇഞ്ച് വീതിയിലുള്ള ബോർഡാണ് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതുപോലെ ക്രോസ് പീസും എടുത്തിട്ടുണ്ട്. സ്ലീവും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടും ബാക്കും നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 5 ടോപ്പാണ് കേട്ടോ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. നോർമലായിട്ടുള്ള ഒരു സാധാ ഓപ്പൺ ടോപ്പിൻ്റെ കട്ടിങ് തന്നെയാണ് കേട്ടോ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ആ നെക്കിൻ്റെ ഭാഗം മാത്രമാണ് ഇപ്പോൾ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നത്. ഇനി നമുക്ക് ബാക്ക് പോർഷനിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള ക്രോസ് പീസ് മാത്രം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. 1 ഇഞ്ച് വീതിയിലാണ് ഞാനിപ്പോൾ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. നമുക്ക് ആവശ്യമുള്ള അത്ര ക്രോസ് പീസ് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഇതുപോലെ തന്നെ നമുക്ക് 5 നെക്കാണ് കിട്ടിയിരിക്കുന്നത്. ഈ 5 നെക്കും നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് എൻഡിൽ കണ്ടില്ലേ ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ടുണ്ട്. ഇത് നമുക്ക് നെക്കിന് ഉൾവശത്തേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുപോലെ തന്നെ വേണം ബാക്കി എല്ലാ നെക്കും കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഒരു 1/4 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വിട്ടു കൊടുക്കണം. അങ്ങനെ ഈ 5 നെക്കും നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നെക്കൊക്കെ നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. അതിനായിട്ട് മെയിൻ തുണിൻ്റെ ഫ്രണ്ട് വശം എടുക്കുക. അതിൻ്റെ ചീത്ത വശത്തിൻ്റെ മുകളിലേക്ക് വേണം നെക്കിൻ്റെ, അതായത് ഈ വർക്ക് വരുന്ന എംബ്രോയിഡറി വർക്ക് വരുന്ന ഈ നെക്ക് പീസ് നമുക്ക് വെച്ച് കൊടുക്കാനായിട്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, മെയിൻ തുണിൻ്റെ ചീത്ത വശത്തിൻ്റെ മുകളിലേക്ക് വേണം ഈ നെക്ക് പീസിൻ്റെ നല്ല വശം വെച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് നെക്കിൻ്റെ അരിക് ചേർത്തിട്ട് തന്നെ വേണം ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കാനായിട്ട്. നല്ല അറ്റത്തായിട്ട് വേണം കേട്ടോ സ്റ്റിച്ചിട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് നമുക്ക് ഈ ബാലൻസ് പീസ് ഒന്ന് കട്ട് ചെയ്ത് കളയാം. സ്റ്റിച്ചിൽ കൊള്ളാതെ വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് ഓരോ ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് നമുക്ക് നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. സ്റ്റിച്ചിൽ കൊള്ളാതെ വേണം, ഓരോ ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് നമുക്ക് ഓരോ കട്ട് കൊടുക്കാം. ഇനി ഈ നെക്ക് പീസിനെ നമുക്ക് ടോപ്പിൻ്റെ നല്ല വശത്തേക്ക് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നെക്കിൻ്റെ സൈഡിലൂടെ ഒരു സ്റ്റിച്ച് കൂടി പതിച്ചു കൊടുക്കണം കേട്ടോ. നമ്മുടെ ഈ മെയിൻ തുണി നല്ല രീതിക്ക് തന്നെ ഉള്ളിലാക്കിയിട്ട് നെക്കിൻ്റെ അറ്റത്ത് കൂടി നമുക്കൊരു സ്റ്റിച്ചിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഈ പീസിൻ്റെ എൻ്റെ വശത്ത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ 1/4 ഇഞ്ച് വിട്ടിട്ടുണ്ടായിരുന്നു. ആ 1/4 ഇഞ്ചും ഇതുപോലെ തന്നെ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് ഈ 3 സൈഡും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നല്ല രീതിക്ക് തന്നെ ഇതുപോലെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് ആ വർക്കിൻ്റെ അരികത്ത് കൂടി വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ 3 സൈഡും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്ക് സൈഡിൽ കൂടി ക്രോസ് പീസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ 1 ഇഞ്ച് വീതിയുള്ള ക്രോസ് പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ഇതുപോലെ 2ആക്കി മടക്കിയിട്ട് ഈ നെക്കിൻ്റെ സൈഡിലൂടെ വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. ടോപ്പിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിലൂടെ ഇതുപോലെ ക്രോസ് പീസ് വെച്ചിട്ട് സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഓരോ ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഇതുപോലെ ഓരോ കട്ട് കൊടുക്കണം. എന്നിട്ട് ചീത്ത വശത്തേക്ക് ഈ ക്രോസ് പീസിനെ മുഴുവനായിട്ട് ഇതുപോലെ മറിച്ചിട്ട് കൊടുത്തിട്ട് അതിൻ്റെ സൈഡിലൂടെ കൂടി ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ ബാക്ക് നെക്കും ഇതുപോലെ ക്രോസ് പീസ് ഉപയോഗിച്ച് നല്ല രീതിക്ക് തന്നെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ബേസിക്കായിട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. ക്രോസ് പീസ് അറ്റാച്ച് ചെയ്യുന്നതൊക്കെ നമ്മുടെ മുമ്പത്തെ വീഡിയോയിലൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഷോൾഡറുകൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കലാണ്. അപ്പോൾ ബാക്ക് പീസിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിലേക്ക് ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം ഇതുപോലെ ഫേസ് ടു ഫേസ് വെച്ച് കൊടുത്തിട്ട് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് നമുക്ക് 2 ഷോൾഡറുകളും തമ്മിലൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 ഷോൾഡറുകളും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സ്ലീവ്സാണ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് വെച്ച് കൊടുക്കുന്നത് നോക്കാം കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ആം ഹോൾ ഒന്ന് അളവെടുക്കാം കേട്ടോ. എന്നിട്ട് അതിനനുസരിച്ചിട്ട് വേണം നമുക്ക് സ്ലീവ്സ് കട്ട് ചെയ്യാനായിട്ട്.
അപ്പോൾ 2 ഷോൾഡറുകളും ജോയിൻ ചെയ്ത ശേഷം മുഴുവനായിട്ടുള്ള ആം ഹോളിൻ്റെ അളവാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത്. അപ്പോൾ ടാപ്പ് ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചിട്ട് അളവെടുത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എനിക്കിവിടെ ടോട്ടൽ 22 ഇഞ്ചിലാണ് ആം ഹോൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ അളവിൽ ഇതുപോലെ 2 സ്ലീവ്സ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ വീഡിയോൻ്റെ ഫസ്റ്റിൽ പറഞ്ഞ പോലെ സ്ലീവിൻ്റെ എൻഡിൽ വെക്കാനായിട്ട് ഇതുപോലെ 1 ഇഞ്ചിൽ 2 പട്ട കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി സ്ലീവിൻ്റെ 2 എൻഡിലും ഓരോ ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് നമുക്ക് ഈ പട്ട ഇതിലേക്ക് ജോയിൻ ചെയ്തെടുക്കാം. അതിനായിട്ട് സ്ലീവിൻ്റെ ചീത്തവശത്തിൻ്റെ മുകളിലേക്ക് ഈ പട്ട ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് സൈഡിലൂടെ ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് നമുക്ക് ഒരു സ്റ്റിച്ച് ആദ്യം ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ 2 സ്ലീവിലും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ 2 സ്ലീവും ഞാൻ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ പട്ടനെ സ്ലീവിൻ്റെ നല്ല വശത്തേക്ക് ഇതുപോലെ മറിച്ചിട്ടെടുക്കാം. എന്നിട്ട് പതിച്ചിട്ട് അതിൻ്റെ സൈഡിലൂടെ നല്ല വശത്തേക്ക് ആക്കിയിട്ട് മുകളിലൂടെ ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ആ പട്ടൻ്റെ എൻഡ് വശം, അതായത് മുകൾ വശത്തു കൂടി ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് മടക്കി കൊടുത്തിട്ട് നമുക്ക് അവിടെ കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ മുകളിലും താഴെയായിട്ട് നമുക്ക് ഓരോ സ്റ്റിച്ച് കൂടി പതിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ 2 സ്ലീവും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ 2 സ്ലീവിലും ഇതുപോലെ തന്നെ പട്ട ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സെൻറ്റർ ഭാഗം നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത ശേഷം ടോപ്പിലേക്ക് ഇതുപോലെ വെച്ചിട്ട് 2 സൈഡും നമുക്കൊന്ന് വലിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ 2 സ്ലീവ് നമുക്ക് ഇതുപോലെ തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്കും ഇതുപോലെ സെൻറ്റർ വെച്ച് കൊടുത്ത ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതാ ഇവിടെ 2 സ്ലീവും ഇതുപോലെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടോപ്പിനെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതുപോലെ ചീത്തവശത്തേക്ക് ആക്കിയെടുത്ത ശേഷം സ്ലീവ് തൊട്ടിട്ട് നമുക്ക് ഓപ്പണിൻ്റെ ഭാഗം വരെ മാത്രമാണ് കേട്ടോ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. സ്ലിറ്റ് ടോപ്പ് ആയതുകൊണ്ട് നമുക്ക് ഓപ്പണിൻ്റെ അതുവരെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ ഷേപ്പ് വേണ്ടത് അതിനനുസരിച്ചിട്ട് ഈ ഓപ്പണിൻ്റെ അതുവരെ കൈ തുടങ്ങിയിട്ട് ഓപ്പണിൻ്റെ അതുവരെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ 2 സൈഡും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ആ ടോപ്പിൻ്റെ 2 സൈഡും ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ലിറ്റിൻ്റെ അതുവരെ മാത്രമാണ് കേട്ടോ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ടോപ്പിനെ ഒന്ന് നിവർത്തി പിടിച്ച ശേഷം നമ്മൾ സ്ലിറ്റ് വരെയാണല്ലോ സ്റ്റിച്ച് ചെയ്തത്. അപ്പോൾ ഒരു ടോപ്പിൻ്റെ ബാക്ക് സൈഡോ ഫ്രണ്ട് സൈഡോ എടുക്കുക. എന്നിട്ട് ഇതുപോലെ നമുക്ക് 1 ഇഞ്ച് ഉള്ളിലേക്ക് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. അപ്പോൾ 2 ഇതുപോലെ ഫോൾഡ് ചെയ്ത ശേഷം സൈഡിലൂടെ വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യാൻ അറിയാത്തവർ നമ്മുടെ മുമ്പത്തെ വീഡിയോ കാണുക കേട്ടോ. അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് മുകളിൽ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഒരു വശത്ത് നിന്ന് ഇതുപോലെ 2 ഫോൾഡ് ചെയ്ത ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് സ്ലിറ്റിൻ്റെ ഈ ഭാഗം എത്തുമ്പോൾ നമുക്ക് കുറച്ച് മുകളിലേക്ക് ഇതുപോലെ കയറ്റിയിട്ട് വേണം സ്റ്റിച്ച് കൊണ്ടുവന്ന് നിർത്താനായിട്ട്. എന്നിട്ട് സൂചി അവിടെ കുത്തി നിർത്തിയ ശേഷം വേണം റിട്ടേൺ വീണ്ടും മറ്റേ സൈഡിലേക്ക് നമ്മൾ സ്റ്റിച്ച് കൊണ്ടുവരാനായിട്ട് കേട്ടോ. വശത്ത് നിന്ന് തുടങ്ങിയിട്ട് ഇതുപോലെ മടക്കിയിട്ട് മറുവശത്തേക്കും ഇതുപോലെ തന്നെ മടക്കി ഒന്ന് അറ്റം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ 2 സൈഡും ഇതുപോലെ തന്നെ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതാ 2 സ്ലിറ്റും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു സ്റ്റിച്ചേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകൂടി പതിച്ച് സ്റ്റിച്ച് 2 എണ്ണമായിട്ടും കൊടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ വേണം കേട്ടോ ഓപ്പൺ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് ടോപ്പിൻ്റെ താഴ്വശവും കൂടി ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഫ്രണ്ടും ബാക്കും നമുക്കൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 ഇഞ്ച് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ടും ബാക്കും ഇതുപോലെ തന്നെ ടോപ്പിൻ്റെ താഴ്വശവും കൂടി ഒന്ന് നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ ടോപ്പിൻ്റെ താഴ്വശം കൂടി നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ എല്ലാ ടോപ്പും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റിയ ഒരു ടോപ്പാണ് കേട്ടോ ഇത്. പിന്നെ ഞാൻ ഇതിൽ എടുത്ത് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് സ്ത്രീകൾക്ക്, വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ് കേട്ടോ ഞാനിപ്പോൾ ചെയ്യുന്നത്. കാരണം നമ്മൾ വീട്ടിലിരിക്കുന്ന ഒഴിവ് സമയം, നമ്മുടെ വീട്ടിലത്തെ ജോലികളും മക്കളെ എല്ലാം നോക്കിക്കഴിഞ്ഞിട്ട് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് ഒരു വരുമാന മാർഗം കൂടിയാണ് ഈ ഒരു സ്റ്റിച്ചിങ് ഫീൽഡ് എന്ന് പറയുന്നത്. അത്യാവശ്യം സ്റ്റിച്ചിങ് ഒക്കെ അറിയുന്നവർക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഫീൽഡ് തന്നെയാണ് കേട്ടോ ഇത്.
നമുക്ക് കിട്ടുന്ന ഓരോ സമയം നമ്മൾ യൂസ്ഫുൾ ആക്കാൻ നോക്കുക കേട്ടോ. കിട്ടുന്ന ഓരോ നിമിഷവും പാഴാക്കാതെ അതെങ്ങനെ നമുക്ക് വരുമാന മാർഗ്ഗമാക്കി മാറ്റാം എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ തീർച്ചയായും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ എന്ത് സംശയം ഉണ്ടെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.